സംഭവം എമർജൻസി ആയിട്ട് ഫ്ലൈറ്റ് ഇപ്പം മസ്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. നമ്മളേക്ക് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഫ്ലൈറ്റാണ്. രസം എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് ദുബായിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റാണ്. എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് 5 AM പോകേണ്ടത്. കമ്പനിയാണെന്ന് പറയേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ മാതിരി പരിപാടിയാണ് ഒരു ബ്രാൻഡ് നമ്മുടെ നാട്ടിലുള്ളൂ. ഏതാ കമ്പനി? ഓക്കെ. അപ്പോൾ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാവിലെ 5 മണിക്കായിരുന്നു ഫ്ലൈറ്റ് എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഞാൻ 2 മണിക്ക് എയർപോർട്ടിലെത്തിയിരുന്നു. എയർപോർട്ടിലെത്തി അവിടെ വെയിറ്റ് ചെയ്ത് 5 മണിക്ക് എടുക്കുന്നില്ല, 6 മണിക്ക് എടുക്കുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ഫ്ലൈറ്റിന് ചെറിയൊരു തകരാറുണ്ട്. അതുകൊണ്ട് ഫ്ലൈറ്റ് എടുക്കാൻ ഡിലേ ആണെന്ന് പറഞ്ഞു. അങ്ങനെ 9 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് അതിൽ ഏകദേശം 30-40 ആൾക്കാരെങ്ങാണ്ട് മംഗലാപുരത്തേക്ക് വന്ന ഫ്ലൈറ്റിൽ കയറ്റിയിട്ടുണ്ട്. പക്ക കണ്ണൂരാണല്ലോ, കണ്ണൂരിൽ തന്നെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരല്ലേ ഈ ഫ്ലൈറ്റിൽ തന്നെ. ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് അവിടെ നിന്ന് പൊങ്ങിയിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ട് നല്ല യൂട്ടേൺ അടിച്ചിട്ട് ഇപ്പോൾ മസ്കറ്റ് കൊണ്ട് പിന്നെ ഇറക്കി. എന്നുവെച്ചാൽ രാവിലെ 5 മണിക്ക് വിട്ടിട്ട് നാട്ടിലത്തെ ഒരു 10 മണിക്ക് എത്തുന്ന ഫ്ലൈറ്റാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 12ഉം ഒരു 15-16 മണിക്കൂർ ആവാറായി മസ്കറ്റ് എത്തിയിട്ടുണ്ട്. കാണിച്ചുതരാം. ഇതിൽ എന്താ പറയുക, ഒരു പാസഞ്ചറുണ്ട്. ഇപ്പം മുപ്പരി എൻ്റെ അടുത്ത് വന്നിരുന്നു. പുള്ളിയുടെ ഉമ്മ മരണപ്പെട്ടിട്ട് കാണാൻ പോകാൻ വേണ്ടി അർജൻറ്റായിട്ട് ടിക്കറ്റ് എടുത്താണ്. അപ്പോൾ അർജൻറ്റായിട്ട് ടിക്കറ്റ് രാത്രിയുടെ ഫ്ലൈറ്റിനെ പോയി ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഈ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തപ്പോൾ അതിലേക്ക് വേഗം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കയറി വന്നു. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ്. അപ്പം മയ്യത്തിന് അവിടെ എടുക്കാൻ പുള്ളിക്ക് വിളിച്ചു. എൻ്റെ മൊബൈലിലാണ് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അതിനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇതാണ് പല ആൾക്കാരും ഇതിൽ പ്രഗ്നൻ്റായ ലേഡീസ് ഒരുപാട് ഫാമിലീസ് ഒരുപാട് ഫ്ലൈറ്റ് കണ്ടാൽ മനസ്സിലാവും. പ്രഗ്നൻ്റായ ലേഡീസ് മക്കൾ ആക്സിഡൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് അവസ്ഥയല്ലേ. ഇപ്പം എനിക്ക് ആക്ച്വലി ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പണിയിലാണ് നിൽക്കുന്നതുകൊണ്ട് പോകുന്നത്. പക്ഷേങ്കിൽ ജോലീൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള വിസൻ്റെ പ്രശ്നമായിട്ടും അല്ലാതെ ഇതൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സെക്ടറിൽ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഗൾഫ് സെക്ടറിൽ പ്രവാസികൾ ഓടുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ അതിൽ ഓരോ പ്രവാസികളും ഓരോ വിഷമങ്ങളും ഉണ്ടായിരിക്കും നാട്ടിൽ പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഡബിൾ പെയിനാണ് ശരിക്കും ഈ ഒരു കുടുങ്ങലാണ് കൊടുക്കുന്നത്. അപ്പം മറ്റ് കൺട്രീസിലൊക്കെ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. പല 24 മണിക്കൂറൊക്കെ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടുകാർ കഷ്ടപ്പെടുന്നതാണെന്നും ഒരു സങ്കടം. നമുക്കിത് പോകാനുള്ള ബസ് അവിടെ വന്നിട്ടുണ്ട്. പുറത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വാഷ്റൂമിലൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നോക്കി നിങ്ങൾ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിൽ ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആയപ്പം ഷാർജയിൽ നിന്ന് പോകേണ്ട പാസഞ്ചേഴ്സിനെയും കൂടി അവർ നേരെ കൊണ്ടുവന്നിട്ട് ഈ ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ദുബൈയിൽ നിന്ന് ഓൾറെഡി കുടുങ്ങിയ ആൾക്കാർ ഇതിലുണ്ട്. അവരെ കൂടാതെ നിങ്ങളും കൂടി കുടുങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ഷാർജയിൽ നിന്ന് പോകുന്ന ആൾക്കാരും കൂടി പിടിച്ചിട്ട് ഇതിൽ കൊണ്ടിട്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കുടുങ്ങി ഇതായിട്ടുള്ളത്. അപ്പം പുറത്ത് ഞാൻ പറഞ്ഞാൽ വണ്ടി വന്നിട്ട് ഞാൻ കാണിച്ചില്ല ഇവർ എന്താണ് സർവീസ് തരുന്നത് എന്നുള്ളത്. ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇവർ മുംബൈയിൽ നിന്നൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. ആ ഫ്ലൈറ്റ് ഇവിടെ അങ്ങോട്ട് ഫ്ലൈ ഇല്ല, ഇവിടെയാണ് അതിൻ്റെ ഹോൾട്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് കണ്ണൂർ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവരെ കുഴപ്പമെന്ന് വെച്ചാൽ 5 മണിക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ 10 മണിക്ക് കുടുങ്ങി. 10 മണിക്ക് ഇവർ പറഞ്ഞു വൈകുന്നേരം 5 മണിക്കാണ് ഈ ഫ്ലൈറ്റ് എടുക്കും, നിങ്ങൾ അതിൽ പോയാൽ മതി. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിട്ട് വണ്ടിയിലിരുത്തിയിട്ട് 12 മണി വരെ വണ്ടിയിലിരുത്തി. ഞാൻ എന്ത് ചെയ്തു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ടാക്സി എടുത്ത് എൻ്റെ വീട്ടിൽ പോയി കിടന്നു തുടങ്ങി. അപ്പോൾ 12 മണിക്ക് ഇവരൊക്കെ ഈ ഹോട്ടലിൽ പോകുന്ന ആൾക്കാർ എത്ര മണിക്ക് ഹോട്ടലെത്തി എനിക്കല്ല, എന്തായാലും 1 മണിക്ക് ഹോട്ടലെത്തി. 1 മണിക്ക് ഹോട്ടലെത്തിയിട്ട് 2:30 മണിക്ക് ഇറങ്ങി. പിന്നെന്ത് ഹോട്ടലിൽ അതിന് എത്ര കാരണം എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എത്ര നടന്നു, ഓരോരുത്തർ ബാക്കിൽ ലൈൻ നിൽക്കുക, ഇവരെ കൂടെ പോവുക, തിരിച്ചു വരിക, പിന്നെയും പോവുക, തിരിച്ചു വരിക. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എക്സസ് അടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ 12 മണി, ഹോട്ടലെത്തുമ്പോൾ 1 മണി, തിരിച്ച് 2:30 വീട്ടിൽ പോകാം. 5 മണീൻ്റെ ഫ്ലൈറ്റ് എടുത്തത് 5:50. അത് പൈലറ്റ് വന്നത് 5:28 അവസ്ഥയാണ്. അങ്ങനെ എടുത്തിട്ടാണ് പിന്നീട് 8:30 മണിക്ക് പിന്നെ ഇവിടെ കുത്തി ഇറക്കിയത്. ആ ഹോട്ടൽ കൊടുത്തു. പക്ഷെ എന്താ അറിയോ, 1 മണിക്ക് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തത്, 2:30 മണിക്ക് അവിടെ പിക്കപ്പ് ചെയ്ത്. ഇനി ഹോട്ടലിൽ വേണ്ട, ഇനി ഹോട്ടലിൽ കിടക്കാൻ പറ്റില്ല, ഇനി പോകണം. അതാണ് അവർക്ക് ബോംബെയിൽ നിന്ന് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന ടൈമിന് അവർക്ക് പുറപ്പെടും, ഇന്ന ടൈമിന് ഇവിടെ എത്തുന്നുണ്ടല്ലോ. ആ ടൈം നമുക്ക് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തരും, ആ ടൈമിന് നിങ്ങൾക്ക് തിരിച്ചു പോകും. അല്ലാതെ ഈ അരമണിക്കൂർ 1 മണിക്കൂർ ഇനി നടക്കും. അഭിപ്രായം എങ്ങനെ ഉണ്ടാ? ഒന്നുമില്ല, എനിക്ക് നമുക്ക് ഒരുമിച്ച് മസ്കറ്റ് ട്രിപ്പൊക്കെ അടിക്കാൻ പറ്റില്ലേ? അതിൽ സന്തോഷമൊന്നുമില്ല? സന്തോഷം, വളരെ നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ എമർജൻസി ആയിട്ട് പോകുന്ന ആരെങ്കിലും ഇതിൽ? എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ ഒരു ദിവസത്തെ ഉറക്കം പോയി, പ്ലസ് എന്താ പറയുക, ഫുഡ് കഴിച്ചില്ല മര്യാദയ്ക്ക്. ഒരു ദിവസം മൊത്തം എയർപോർട്ടിൽ എന്ത് ചെയ്യാനും ഒരു ഓപ്ഷൻ ഇല്ല. അതല്ലേ പറയുന്നത്. അടിപൊളി.
ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായം പറയാൻ പറഞ്ഞോ, എന്താ പറയാനുള്ളത്? എയർ ഇന്ത്യയിൽ കയറണ്ടെന്ന് പറയാനുള്ളൂ. അത് കണ്ണൂർ എയർപോർട്ടിൽ എയർ ഇന്ത്യ അല്ലാണ്ട് വേറെ സാധനം ഇറങ്ങുന്നില്ല അല്ല. ഗതികെട്ട് പുല്ല് തിന്നേ പറ്റൂ, അത്രേ ഉള്ളൂ. ഗതി എഴുതിയിട്ടോ ഇനിയിപ്പോ പുല്ല് തിന്നേ പറ്റും, വേറെ ഓപ്ഷൻ ഇല്ല. എന്ത് ചെയ്യാനാ, നിങ്ങള് പാട്ട് പാടിയൊക്കെ നമസ്തല്ലേ അതിക്കറിയില്ല. ഇമാമായിട്ട് ഒരാൾ നിന്നോ, ബാക്കിൽ എല്ലാവരും നിരന്ന് നിന്നോ. അത് നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒന്നുമില്ല. ഇല്ല, കാരണം വെച്ചാൽ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് എന്താ പറയുക, ഹോട്ടലിലാണെങ്കിൽ 1 മണിക്ക് ഡ്രോപ്പ് ചെയ്തത്, 2:30 മണിക്ക് പിക്ക് ചെയ്ത്, പിന്നെ ഹോട്ടലിന് മുൻചാണ് വേണ്ടി 4-5 മണിക്കൂർ നമ്മൾ ഇട്ട് ഉരുട്ടിയാണ് അവിടുന്ന്. എന്തായാലും രാവിലെ 5:30 വിടേണ്ട ഫ്ലൈറ്റിൽ 10-11 മണി വരെ ദുബായ് എയർപോർട്ട് നമ്മൾ ഇട്ട് ഉരുട്ടിയാണ് എല്ലാവരും. ഒന്നും തന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ ലോഞ്ചിൽ പോയിട്ട് ഒന്നും അവർക്കും മനസ്സിലാകുന്നില്ല ഒന്നും എന്താ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്നിട്ടും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് എനിക്ക് വേറെ വഴിയില്ല. കണ്ണൂരേക്ക് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് എയർ ഇന്ത്യയിലും എന്താ പറയുക ചീപ്പ് റേറ്റ് അതല്ല, ഒരു ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് പ്രശ്നം. സീരിയസ്ലി പറഞ്ഞതാണ്, നിങ്ങൾ റമദാൻ മാസമല്ലേ, നിങ്ങൾ കറാമ വൈബായിക്കോ. അതാണ് നല്ലത്. കറാമ വൈബാക്കിയിട്ടിരുന്ന കുറച്ച്, വേറെ ഓപ്ഷൻ നമുക്ക് ഇല്ലടാ. ഇന്നലെ രാത്രി 12 മണി തൊട്ട് വൈബാണ്. ഞാൻ ഇന്നലെ 1 മണിക്ക് കരാമേന്ന് വൈബും കഴിഞ്ഞിട്ട് വണ്ടി വെച്ചിട്ട് എയർപോർട്ടിൽ വന്നു. ഈ മൊമെന്റ് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 24 മണിക്കൂർ 12 മണിക്ക് വന്ന ആൾക്കാരുണ്ട് അവിടെ. ആ എയർപോർട്ടിൽ പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടായിരുന്നു, ഒരു മകൻ ഹോസ്പിറ്റലിലെ ഒരു അമ്മ ഉണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിൽ തന്നെ വേറൊരാൾ, ഒരു മരണ വീട്ടിൽ പോകുന്ന ആളുണ്ട്. നാളെ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാരുണ്ട്, എക്സാം എഴുതേണ്ട ആൾക്കാരുണ്ട്. രാവിലെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്ന ഫ്ലൈറ്റാണ്. 12 മണിക്കൂർ എടുത്തിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഫ്ലൈറ്റിലാണ് മനുഷ്യരെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ അകത്ത് ഫ്യൂൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇത് കടലിന് മുകളിൽ കൂടെ പോകുമ്പോഴാണ് ഈ ഫ്യൂൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ല, ഇല്ലെങ്കിൽ തീർന്നു പോകുന്നെങ്കിലോ. അതുകൊണ്ട് ഇനി ഈ ഫ്ലൈറ്റിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഫ്ലൈറ്റ് ഒഴിവാക്കിയിട്ട് വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം. നാട്ടിലെത്തിയാണ് നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ണൂരിൽ കോഴിക്കോട്. എന്താണ് സംഭവിച്ചത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിനിടയിൽ ഞാൻ പോലീസിൻ്റെ കയ്യിലൊക്കെ ആയിപ്പോയി. പോലീസൊക്കെ എന്നെ പൊക്കിക്കൊണ്ട് പോയി. വേറെ ഒന്നല്ല, നമ്മൾ അവിടെ ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്രൂ കാണുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ക്രൂവിനൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ അവരെ മാക്സിമം അവോയ്ഡ് ചെയ്തിടുന്നത് ഈ പറഞ്ഞ പാസഞ്ചേഴ്സിൻ്റെ പിന്നെ ഒപ്പീനിയൻസാണ് എടുക്കുന്നത്, ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ അതിലെ ഒരു സീനിയർ ക്രൂ അവരാണെന്ന് തോന്നുന്നു, അവർ അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനെ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് സ്റ്റാഫ് ഒമാനികളായിരുന്നു, അവർ വന്നു. അതിലൊരാൾക്ക് ഭയങ്കരമായിട്ട് ഈഗോ അടിച്ചു. കാരണം ഞാൻ അവരോട് വളരെ സ്റ്റാൻഡേർഡായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മുടെ റൈറ്റ്സാണ് വീഡിയോ എടുക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഇത് കേൾക്കുന്നില്ല. ഇവർ പറയും ഇത് ഒമാനാണ്, നീ അങ്ങനെ വീഡിയോ മറ്റേതാണ് പറഞ്ഞത്. ഭയങ്കര ചൂട്. അങ്ങനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മണിക്കൂർ എന്നെ അവിടെ ഓഫീസിൽ എത്തിച്ചു. പക്ഷേങ്കിൽ അവർക്ക് കാര്യം മനസ്സിലായി. അവർ വീഡിയോ ചെക്ക് ചെയ്തിട്ടിപ്പോൾ അതിൽ ആരുമില്ല, നമ്മൾ പാസഞ്ചേഴ്സേ ഉള്ളൂ. എൻ്റെ വീഡിയോയിൽ വന്ന ആൾക്കാർക്കാണെങ്കിൽ വീഡിയോ വന്നതിലൊരു കുഴപ്പമില്ല, ഇവർക്കെന്താ കുഴപ്പമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവർ സംസാരിച്ച് ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലിട്ടിരുന്നു. അതൊരു അരമണിക്കൂറുകൊണ്ട് 4 ലക്ഷം ആൾക്കാർ കണ്ട റീലായിരുന്നു. അത് അവർ ഡിലീറ്റ് ചെയ്തു. പിന്നെ കാരണം ഈ കൊണ്ടുപോയ ആൾക്കാർക്ക് അത്ര ഈഗോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് അവിടെ 2 ഫ്ലൈറ്റിൽ ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്തു. കുറച്ച് ആൾക്കാരെ മുംബൈ കണക്ഷൻ കണ്ണൂരേക്ക് കിട്ടും, കുറച്ച് ആൾക്കാരെ കോഴിക്കോടേക്ക് കിട്ടും. ഇപ്പോൾ 33-34 പാസഞ്ചേഴ്സ് ഉണ്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി. കോഴിക്കോട് എയർപോർട്ടിൽ അവിടുത്തെ സ്റ്റാഫോട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ നമുക്ക് ഒരിക്കലും മോശം പറയാൻ പറ്റില്ല. അവർ അത്രയും അടിപൊളിയായിട്ട് അവർ ടപ്പ് ചെയ്യുന്നൊരു കാര്യങ്ങൾ തീർത്തു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ പറഞ്ഞത് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അതിന് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇത്രയധികം ആൾക്കാർ ഡൈവേർട്ടായി വന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല, ഇതുവരെയായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അവർ ടോപ്പിലേക്കെല്ലാം കോൺടാക്ട് ചെയ്തു. അവസാനം നമുക്കൊരു ബസ് പോകാൻ നമ്മൾ ആ ബസ്സിലെട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാവരും കോഴിക്കോടുള്ളത്. പിന്നെ എക്സാക്ട്ലി പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നുള്ളത്, ഞാൻ ആക്ച്വലി ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ പേരിൽ ഞാൻ അവിടെ ഒമാൻ പോലീസിൻ്റെ കസ്റ്റഡിയിൽ 2 മണിക്കൂറുണ്ടായിരുന്നു. റീസൺ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. കാരണം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഫ്ലൈറ്റിൽ നമ്മൾ അവസ്ഥയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടു. ആ റീലിൽ ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഇന്ന ഫ്ലൈറ്റിൽ ഇന്ന അവസ്ഥയിലുള്ളത്, ഇത്ര മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്, നമ്മളിപ്പം മസ്കറ്റിലുള്ളത്, സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത്. ആ വീഡിയോ 10-15 മിനിറ്റ് കൊണ്ട് 3 ലക്ഷം ആൾക്കാരുണ്ട്. 4 ലക്ഷത്തിൻ്റെ ആൾക്കാർ ആ വീഡിയോ കണ്ടു. ഒരു അരമണിക്കൂറുള്ളൂ എക്സാക്ട്ലി. അപ്പം അവിടുത്തെ സ്റ്റാഫ് കോൺടാക്ട് ചെയ്തു.
അവർ പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് വീഡിയോ എടുത്താലും നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ പറയുന്നത്. പ്ലസ് എൻ്റെ ഫേസ് ഇപ്പം നമ്മുടെ കൂടെ എടുക്കുന്ന ആൾക്കാരുടെ ഫേസൊക്കെയാണ് കാണിക്കുന്നത്, അല്ലാതെ നമ്മൾ ക്രൂവിൻ്റെ ഫേസ് നമ്മൾ കാണിക്കുന്നില്ല. ക്രൂവിൻ്റെ ഫേസ് കാണിക്കുന്നതിന് നമ്മൾ പെർമിഷൻ എടുക്കും. ഇത് ഇവർക്കൊന്നും കുഴപ്പമില്ല വീഡിയോയിൽ വരാൻ. പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഗ്രൗണ്ട് സ്റ്റാഫിനെ വിളിച്ചു. അതിലൊരാൾക്ക് ഈഗോ അടിച്ചു, ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ. അവൻ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വിചാരിച്ച ഞാൻ എന്തോ ഫ്ലൈറ്റിൽ എന്തോ പ്രശ്നങ്ങളാക്കിയിട്ട് അങ്ങനെയാണെന്നാണ്. അപ്പോൾ അവർ വന്നു, സംസാരിച്ചു, കൊണ്ടുപോയി. അവിടെ പോകുന്ന നോക്കി തന്നെ ഈ ഇവന്മാർ എൻ്റെ വീഡിയോ അച്ചീവ് ചെയ്തു. ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അച്ചീവ് ചെയ്തിട്ട് മൊബൈൽ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഐഫോണല്ലേ, ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഇവർ ഓഫീസിൽ പോയിട്ട് എനിക്കെതിരെ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു, അവിടെ എഴുതി കൊടുത്തു. എന്ന് വെച്ചാൽ എന്നെ അവിടെ അവർ പുറത്താകും, ഈ ഫ്ലൈറ്റിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ സംസാരം. പോലീസുകാരാണെങ്കിൽ ഒമാനികൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അവർ പാവങ്ങളാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റിലോട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഒമാൻ ഗവൺമെൻറ് ഞാൻ എപ്പോഴും ഒമാനിലേക്ക് പോകുമ്പം എനിക്കൊരു ലെറ്റർ തരും. അവരുടെ ഹെഡിൻ്റെ അവരുടെ ടൂറിസത്തിൻ്റെ ലെറ്റർ പേഡിൽ എനിക്ക് ലെറ്റർ തരും. ഞാൻ അവരുടെ ഗസ്റ്റാണെന്ന് അറിയിച്ചുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എവിടെ വേണം ക്യാമറ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൂടി അത്. അപ്പോൾ ആ ലെറ്റർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ കൺവിൻസിങ് ആയി. എന്താണല്ലോ പ്രൊഫൈലും കണ്ടപ്പോൾ അവർ ഏകദേശം ഓക്കെ. കുറച്ചൊക്കെ 2:30 മണിക്കത്തെ ഫ്ലൈറ്റ് അങ്ങനെ കോഴിക്കോട് വന്ന് 7:30 മണിക്കൂടെ ഇറങ്ങി. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ എല്ലാവരും നല്ല പെരുമാറ്റമാണ്. ഇവിടുത്തെ മക്കളൊക്കെ അടിപൊളി പെരുമാറ്റം. അതിലൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ഭക്ഷണം തന്നു, വെള്ളം തന്നു, നമുക്ക് പോകാൻ നല്ല വണ്ടി വന്നു. ഇപ്പോൾ ആ വണ്ടിയിൽ ലഗേജ് കയറ്റുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാസഞ്ചേഴ്സ് ഇപ്പോൾ ഒരു 19 പാസഞ്ചേഴ്സിൽ 32 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ എവിടെ പോയെന്നറിയില്ല. അവരോട് നമ്മൾ പുറത്തിറങ്ങിയാൽ ഈ എയർ ഇന്ത്യയുടെ ഓഫീസിൽ നിൽക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവർ നിന്നിട്ടില്ല, അവർ പുറത്തേക്ക് പോയി. അതുകൊണ്ട് അവരെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളും ഭക്ഷണമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള പാസഞ്ചേഴ്സ്. എന്താണ് പറയാനുള്ളത്? കോഴിക്കോട് വളരെ നല്ല ഡീലിംഗ് ആയിരുന്നു. കോഴിക്കോട്ടുള്ളവർ നമുക്ക് അനുഭവപ്പെട്ടത് മുഴുവനും ദുബൈയിൽ നിന്നും മസ്കത്തിൽ നിന്നാണ്. നാട്ടിലെത്തിയപ്പോൾ നമുക്ക് പരിഗണന കിട്ടി. നാട്ടിലെത്തിയപ്പോൾ നമുക്ക് വീണ്ടും പരിഗണന കിട്ടി. സാധാരണ ആൾക്കാർ പറയുന്നത് നാട്ടിൽ നിന്ന് പരിഗണന കിട്ടില്ലെന്നാണ്. പക്ഷേ നമുക്ക് നല്ല പരിഗണന കിട്ടി. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു. ബസ് ഏർപ്പാട്, ഫുഡ്, പിന്നെ നമ്മളെ ലഗേജ് മിസ്സായിരുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അത് ഞാൻ പറയാൻ വിട്ടതാണ്. കുറേ ആൾക്കാർ ലഗേജ് കണ്ണൂരുള്ളത്, കണ്ണൂർ ഇറങ്ങിയ ആൾക്കാർ ലഗേജ് കോഴിക്കോടുള്ളത് കേട്ടോ. ലഗേജ് സ്വാപ്പ് ആയിട്ടുണ്ട്. അത് പ്രശ്നമാണ്. അതൊക്കെ അവർ വളരെ നല്ല മാന്യമായിട്ട് ചെയ്തു തന്നു. ഓക്കെ, എന്താ ഒരു 300-400 റിയാലിന് മസ്കറ്റ് കണ്ട്, കോഴിക്കോട് കണ്ട് കുറേ ആൾക്ക് 7 ദിവസത്തെ ലീനാ വന്നത്. അതിൽ 3 ദിവസം പോയി. 4 ദിവസം എക്സ്പീരിയൻസ് അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? ഒന്നും പറയണ്ട. ഓക്കെ, എന്താ പറയാനുള്ളത്? അല്ല, എന്താ പറയണ്ടേ, ഇവർ ഇത്രയും കണ്ണൂർ ടീം ഒഴികെ ബാക്കി എല്ലാവരും വളരെ മോശം. കാരണം എന്താ പറയാ, കോഴിക്കോടത്തെ ടീം ഒഴികെ ബാക്കി എല്ലാം വളരെ മോശമാണ്. കാരണം അവർക്ക് തന്നെ ഒരു വ്യവസ്ഥയില്ല എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇത്രയും ഇനി ഒരു മേലിൽ ഒരു യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫ്രീ ആയിട്ട് ട്രിപ്പാന്ന് തോന്നുന്നില്ല എയർ ഇന്ത്യ. അപ്പം ഇതാണ് നമ്മൾ പോകുന്നത്. ഞാൻ നിങ്ങളെ നോക്കുന്നേ, നിങ്ങളെ അഭിപ്രായം പറ. നിങ്ങളാണ് നമ്മുടെ തലവൻ. നിങ്ങൾ ഷോപ്പിൽ വരണം. നമ്മൾ ചുരുളിൽ പരസ്യം കൊടുക്കാം നമുക്ക്. അൽഫൈദി സ്റ്റാറിൽ ബാർദുബൈയിൽ അടിപൊളി വാച്ച് പെർഫ്യൂംസിന്റെ ഷോപ്പാണ്. പിന്നെ ഇന്നത്തെ അനുഭവങ്ങളും നീ പറഞ്ഞിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് നിങ്ങൾ പറഞ്ഞ്. നല്ലതുകൊണ്ട് വടക്കുണ്ട്, തളർന്നല്ലേ? നല്ലതുകൊണ്ട് വടക്കുണ്ട്. അപ്പോൾ ഇരുന്നോ, നമുക്കെന്താ വിടാം എല്ലാവർക്കും. പിന്നെ വേറെ സന്തോഷം പറഞ്ഞാൽ ഞാൻ 2-3 വർഷത്തിന് ശേഷമാണ് ബസ്സിന് പോണത്. സത്യം, നമ്മൾ ഇങ്ങനെ ബസ്സിന് പോക്ക് കുറവാണ്. അത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. പോകാൻ മടിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഒരു കല്യാണം വിടുകയില്ലേ കേട്ടോ മൊത്തത്തിൽ. ഞാൻ ഡ്രൈവർ AC ഒക്കെ ഇടില്ല, ഗിയറൊക്കെ ഇടണമെന്ന്. ക്ലച്ച് മെല്ലെ കൊടുക്കാൻ പാടുള്ളൂ. എത്ര മണിക്കൂർ എടുത്തും? വൈലിറക്കാന്നില്ല, ഓൺ ദി വേ ഉള്ളൂ. മെയിൻ റോഡിൽ ഇറക്കാനുള്ളൂ. കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകും. ഓക്കെ. ഇനി പ്ലാൻ എന്താ വെച്ചാൽ ഈ വണ്ടി നേരെ പോകുന്നത് കണ്ണൂർ എയർപോർട്ടിലേക്കാണ്. കാരണം ഞാൻ പറഞ്ഞാൽ മുംബൈ വഴി കണ്ണൂർ വന്ന ആൾക്കാരുടെ ലഗേജ് കോഴിക്കോട് എയർപോർട്ടിലുണ്ട്, കോഴിക്കോട് എയർപോർട്ടിൽ വന്ന ആൾക്കാരുടെ ലഗേജ് കണ്ണൂർ എയർപോർട്ടിൽ. അപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് ലഗേജ് കളക്ട് ചെയ്ത് വീട്ടിൽ പോകാൻ ഓപ്ഷനാണ്. പക്ഷേ മുംബൈയിൽ വഴി വന്നവർക്ക് ഇനി ലഗേജ് ഇട്ട് 2-3 ദിവസം ടൈം എടുക്കട്ടെ. അവർ പിന്നെയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ഒരനുഭവം അല്ലേ? ഒരു എന്താ പറയുക, ഒരു കടിക്കുന്ന പട്ടീനെ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് അനുഭവം കിട്ടി. കുറച്ച് കടി കൊണ്ടാലെന്താ, അടുത്ത പ്രാവശ്യം നമുക്കത് കാണുമ്പോൾ മാറിക്കാതെ. ഞാനങ്ങനെ വീട്ടിലെത്തി. ഞാൻ വന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ടയർഡായിരുന്നു. കടന്നുറങ്ങി ഒരു 1.5 ദിവസം ശരിക്കും ഉറങ്ങി തീർത്തട്ടോ. കാരണം 30 മണിക്കൂറൊക്കെ ഉറങ്ങാതിരിക്കാന്ന് പറഞ്ഞാൽ 30 അല്ല, ഞാൻ ഓൾമോസ്റ്റ് 48 മണിക്കൂർ 48 hours ഞാൻ ഉറങ്ങിയിട്ടില്ല.
പിന്നെ എനിക്കത് ശീലമാണ്. നമ്മൾ പല യാത്രകളിലും നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ ഉറങ്ങാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഉറങ്ങുക എന്നുള്ളത് വലിയ വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൽ ആ യാത്രക്കാരെ ആലോചിക്കുമ്പോൾ അവരും ഇതേപോലെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ആരും കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല, നമുക്ക് എയർലൈൻ കമ്പനീനെ നമുക്ക് കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. ഇഷ്യൂ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിനിൻ്റെ നമ്മൾ അവിടുന്ന് ദുബായിൽ നിന്ന് കയറുന്ന ഫ്ലൈറ്റിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ വരെ കാണിക്കുന്നില്ല. അപ്പോൾ ഫ്യൂൽ ഇൻഡിക്കേറ്റർ കാണിക്കുകയാണെന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഞാൻ നമ്മുടെ ആമിനാൻ എടുത്ത് ഞാൻ ഇവിടുന്ന് പോകണം. അപ്പോൾ ഇതിൻ്റെ മീറ്ററിൽ നോക്കിയിട്ടാണ് നമ്മൾ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും, നമുക്ക് എത്ര മൈലേജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ. മീറ്റർ വർക്കാകുന്നില്ലെങ്കിൽ ടാങ്കിൽ എണ്ണ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ആ ഒരു ഫ്ലൈറ്റിന് വന്നത്. പിന്നെ ഫ്ലൈറ്റിൽ നിങ്ങൾക്കറിയാം 2 ചിറകുകളിലായിട്ടാണ് അതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. അപ്പോൾ ഈ ഫ്യൂൽ ടാങ്ക് 2 എഞ്ചിനിലേക്ക് ഈക്വലായിട്ട് പോവുകയാണ്. അപ്പോൾ ഈക്വലായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ ഇതൊക്കെ അറിയണം. അതല്ല ഏതെങ്കിലും ഒരു സൈഡ് എഞ്ചിൻ മിസ്സായാലും മറ്റേ ടാങ്കിലുള്ള ഫ്യൂല് നേരെ ഇപ്പുറത്തെ ടാങ്കിലേക്ക് റിലീസ് ആവണം, കാരണം വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്യൂല് എന്നുള്ളത് മെയിനായിട്ടൊരു ഘടകമാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ തീരുമാനമെടുത്തത്. പക്ഷേങ്കിൽ ദുബായ് എയർപോർട്ടിൽ നിന്നും ആ പ്രശ്നം പരിഹരിച്ചിട്ട് യാത്ര പുറപ്പെട്ടിട്ട് പിന്നെയും ആ പ്രശ്നം വരുവാന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ആക്ച്വലി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് കേട്ടോ. അവർ അത്രയും മേക്ക് ഷുവർ ചെയ്യണമായിരുന്നു, ഇത്രയും പാസഞ്ചേഴ്സിനും കൂടി ഇത്രയും സോൾസ് കൊണ്ട് ആ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ. ബട്ട് എന്തായാലും പുതിയ പൈലറ്റാണ് വന്നത്. പുതിയ പൈലറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മസ്കറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി യൂട്ടൺ അടിച്ചു. കാരണം കടലിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇൻ കേസ് ഫ്യൂൽ എംറ്റി ആകും മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി ലാൻഡിങ് പോസിബിൾ ഇല്ല. കടലിൻ്റെ നടുവിലേക്കാണ് ഫ്ലൈറ്റ് പോയിട്ട് വീഴാൻ പോകുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ജീവനോട് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് അവർ തിരിച്ചത്. അവരുടെ സൈഡിൽ നോക്കുമ്പം അവർക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി 10 മണിക്കൂർ ഡിലേ, 20 മണിക്കൂർ ഡിലേ, 1 മാസം ഡിലേ, 1 കൊല്ലം ഡിലേ ഒന്നും അവർക്ക് വിഷയമല്ല. അവരുടെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ യാത്രക്കാർ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ലാൻഡ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പോലീസുകാരൊക്കെ വളരെ അടിപൊളിയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ അവർ എന്നോട് കുറച്ച് ഭയങ്കര ഇതായി. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത്. ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് അവരങ്ങനെ തിരിച്ച് ഡ്രോപ്പ് ചെയ്ത്. അപ്പം ഇപ്പോൾ ഞാൻ അതിൽ കണ്ടതിൽ ചിലപ്പോൾ 1-2 ഒമാനീസ് മാത്രമേ എന്നോട് മോശമായിട്ട് പെരുമാറിയില്ലോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഒമാനികളെ പറ്റി നല്ലത് പറഞ്ഞ ആളാണ്. ഒമാൻ എന്ന് പറഞ്ഞ രാജ്യം എൻ്റെ 1 ഓഫ് ദ ഫേവറേറ്റ് കൺട്രിയാണ്, കാരണം അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം കണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനിടയിൽ, ഞാൻ ഒമാനിൽ യാത്ര ചെയ്യാൻ ഒരുപാട് വർഷമായി, ഇത്രയും വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് എനിക്ക് ഒരു ഒമാനിൽ നിന്ന് എനിക്കൊരു നെഗറ്റീവ് ഫീൽ വരുന്നത് കേട്ടോ. ആ ഓപ്പറേഷനിൽ വന്ന 2 പേരാണ്. അവരുടെ ഈഗോ കാരണമാണ് എന്നെ അവർ കൂട്ടി അകത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കൊണ്ടുപോയിട്ട്. പക്ഷേ എന്നാലും റോയൽ ഒമാൻ പോലീസിൻ്റെ വണ്ടിയിലൊക്കെ പോകാനുള്ള ഓപ്ഷനൊക്കെ കിട്ടി. അതൊക്കെ നല്ലൊരു ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ലഗേജ് ഇട്ട ഇഷ്യൂസൊക്കെ അവർ വീഡിയോ പറയുന്നുണ്ട്. കണ്ണൂർ എയർപോർട്ടിലൊക്കെ പോയി കുറേ ആൾക്ക് ലഗേജൊക്കെ എടുത്ത് കുറേ ആൾക്കാർ വീട്ടിലെത്തി കേട്ടോ. ഓക്കെ, ഒരിക്കലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈ എയർപോർട്ടിൽ കൗണ്ടറിൽ കാണുന്ന സ്റ്റാഫുകളെ തെറി പറഞ്ഞിട്ടോ ഒച്ചപ്പാടാക്കിയിട്ടോ ഒരു കാര്യമില്ല. കാരണം അവരുടെ ഭാഗത്തല്ല. നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമുക്ക് കാണാം യാത്രക്കാർ വളരെ മോശമായിട്ട് ഈ എയർലൈൻ സ്റ്റാഫിനോടോ എയർപോർട്ട് സ്റ്റാഫിനോടൊക്കെ തെറി പറയുന്നത്. പക്ഷേ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ കയ്യിലല്ല ഇതൊന്നും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ സ്ഥാപനത്തിലെ മുതലാളിയാണ് ഡിസിഷൻ മേക്കർ. അപ്പോൾ മുതലാളി പറയുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. മുതലാളി പറയുന്നോ ഈ ചങ്ങാതിക്ക് ഇത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പം കസ്റ്റമർ വന്ന് എന്നെ തെറി പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനെന്താ ചെയ്യുന്നത്? മുകളിൽ നിന്ന് ഓർഡറാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എയർലൈൻ സ്റ്റാഫുകളാണെങ്കിലും മുകളിൽ പോണതും എയർ ഇന്ത്യ എക്സ്പ്രസ് കേട്ടോ. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് 100 ആയിസാണ്. ഓക്കെ, ബാക്ക് ടു. സോ അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിലെ സ്റ്റാഫുകളെ കുറ്റം പറഞ്ഞ് കാര്യമില്ല. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ആദ്യം അവർ വണ്ടി ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മെയിലൊന്നും വന്നിട്ടില്ല, ഞങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നല്ല. പക്ഷേ വിത്തിൻ 30 മിനിറ്റ്സിനുള്ള അവരത് മാറ്റി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ തരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവിടെ കോലാലംപൂരിൽ 2012 ഞാൻ 24 hours ഞാൻ എയർ ഇന്ത്യ ഞാൻ കുടുങ്ങിയിരുന്നു. പിന്നെ US ഒരുപാട് ഫ്ലൈറ്റ്സിൽ കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇത്ര അധികം ഡിലേ നാട്ടിൽ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. ഓക്കെ, പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ബോയ്ക്കോട്ട് എയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമുക്കതിന് ഓപ്ഷൻ ഇല്ല. കാരണം കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 ഫ്ലൈറ്റ്സേ ഉള്ളൂ. ഒന്ന് ഇൻഡിഗോയും പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. ഒരു കണ്ണൂരുകാര എന്നതിൽ എൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ്. ഇത്രയും നല്ല എയർപോർട്ട് ഉണ്ടാക്കി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും നമുക്ക് അവിടെ വരുന്നില്ല. ഇപ്പം ഇൻഡിഗോ എങ്ങാണ്ട് തോന്നുന്നു ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഞാൻ അവിടെ കണ്ടിരുന്നു. പക്ഷേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് നമ്മുടെ നാട്ടിലേക്ക് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ എയർ ഇന്ത്യ പോലത്തെ ഫ്ലൈറ്റുകളൊക്കെ പൂട്ടിക്കെട്ടും. 100% കേരളത്തിൽ മലയാളികൾക്ക് ഒരിക്കലും ഒരു ഗതിയില്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു എയർലൈൻസ് കമ്പനീനെ ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ തട്ടും കേട്ടോ. ഒരു 500-1000 പോട്ടെ ഒരു 5000 rupees എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് വേറെ ഒരു നല്ലൊരു എമിറേറ്റ്സോ അല്ലെങ്കിൽ ഖത്തർ എയർവേസോ അല്ലെങ്കിൽ പോട്ടെ നമുക്ക് എയർ അറേബ്യയോ വാട്ടെവർ ഫ്ലൈ ദുബായോ എന്തോ ആയിക്കോട്ടെ UAE ബേസ്ഡ് എയർലൈൻസൊക്കെ കണ്ണൂരിലേക്ക് സർവീസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനേ എടുക്കും. ഞാൻ ഒരിക്കലും അതിൽ പൈസ ഇടാൻ നോക്കില്ല. കാരണം മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ ഉപയോഗിക്കുന്നത് പുതിയ എയർക്രാഫ്റ്റാണ്. അവരൊക്കെ ഇത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വിമാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും.
പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പല എയർലൈൻ കമ്പനികളും അതല്ല, അവർ പഴയ സാധനങ്ങളാണ് പിന്നെയും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കംപ്ലയിൻറ്റ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ഇറക്കിയിട്ട് ഒരു കാറ് ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർ അത് 5 കൊല്ലം ഉപയോഗിച്ച് അവരത് വിൽക്കും. ആ വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് ബാക്കി നമ്മുടെ നാട്ടിലത്തെ കമ്പനികൾ 10-15 വർഷം ഉപയോഗിക്കും. അപ്പോൾ അതാണ് ഡിഫറൻറ്റ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വീട്ടിലുള്ളത് ഫാമിലിയോട് നോമ്പ് തുറക്കാൻ വന്നതാണ്. നോമ്പൊക്കെ തുറക്കണം, ഒരു 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് വേൾഡ് റൈഡ് തുടങ്ങുന്നത്. ആ വേൾഡ് റൈഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഡ്രൈവ് ചെയ്യാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എയർ ഇന്ത്യയിലോ മറ്റ് എയർലൈൻസിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കാണട്ടെ, ചീത്തൊന്നും പറയരുത്. റമദാൻ മാസമാണ്, വളരെ മാന്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടുത്ത വീഡിയോ കാണും.